അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവർ. ഇൻഷാ അല്ലാ ഇന്ന് മുതൽ നമ്മൾ പഴയതുപോലെ വീഡിയോ ഇടാൻ ആരംഭിക്കുകയാണ്. അപ്പോൾ ഈ സംഭവിച്ചത് എന്താണെന്നുള്ളതൊക്കെ ഒരുപാട് പറയാനുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില അനുഭവങ്ങളിലൂടെയാണ് കടന്നുപോയത്. അള്ളാഹുവിൻ്റെ ഒരു വിധി അങ്ങനെ എൻ്റെ 4-ാം മാസത്തിൽ അള്ളാഹു എഴുതി വെച്ച ഒന്നാണ്. ഇന്ന വയസ്സിൽ ഞാനിങ്ങനെ ഒന്ന് കിടക്കേണ്ടി വരും, അതും ഇത്രയും ദിവസങ്ങളോളം എന്നുള്ളത്. ആ വിധി അതുപോലെ നടന്നു. സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞപ്പോൾ ഈ റമദാൻ്റെ ഒക്കെ ഒരു സമയത്ത്, ഒരു റമദാൻ 17 കഴിഞ്ഞപ്പോഴാണ് ഹൈക്കോടതി നേരത്തെ എനിക്ക് തന്ന അറസ്റ്റ് തടയുന്നൊരു വിധി ഉണ്ടായിരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള. അത് ഹൈക്കോടതി നീക്കം ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ടും ഇനി അവിടെ ഉള്ളത് സുപ്രീം കോടതിയിൽ പോവുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ആ സമയത്ത് ഉറപ്പിച്ചൊരു കാര്യമാണ്, ഹൈക്കോടതിയുടെ ആ ഒരു അറസ്റ്റ് തടയുന്നൊരു വിധി എടുത്തു കളയുകയും എന്നെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു അവകാശം പോലീസിന് കൊടുക്കുകയും ചെയ്തപ്പോൾ, അപ്പോൾ ഏത് നിമിഷവും പോലീസ് വന്നാൽ പോകാവുന്ന ഒരവസ്ഥയിലേക്ക് ഞാൻ എത്തിയ. പെരുന്നാൾ പോലും അത്ര സന്തോഷമുള്ളതായിരുന്നില്ല. അപ്പോൾ എൻ്റെ പെരുന്നാൾ ഞാൻ ജയിലിലാകുന്ന ഉറപ്പിച്ച ഒരാളാണ്. ഞാൻ എൻ്റെ നോമ്പ് ജയിലിലാകുന്ന ഉറപ്പിച്ച ഒരാളാണ്. പക്ഷേ പെരുന്നാൾ വരെയൊന്നും പോലീസ് വന്നില്ല. അപ്പോൾ എൻ്റെ ഉമ്മ പറഞ്ഞൊരു വാക്കുണ്ട്, മോൻ ഇങ്ങോട്ട് വരണില്ലെങ്കിൽ ഇങ്ങോട്ട് വരുത്തണ്ട പോലീസിനെ, മോൻ അങ്ങോട്ട് പൊക്കോ. അങ്ങനെ പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ടൊരു 8 ഏപ്രിൽ 8 ഞാൻ തറവാട്ടിൽ പോയിട്ട് ഉമ്മാരുടെ അടുത്ത് പോയിട്ട് ഇങ്ങനെ ഉമ്മാക്ക് കുറച്ച് സാധനങ്ങൾ, ആടിൻ്റെ ഇറച്ചൊക്കെ വാങ്ങാനുണ്ട് എന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ വന്ന് 2 ആളുകൾ മഫ്തിയിൽ, അതായത് സാധാ വേഷത്തിൽ വീട്ടിലേക്ക് കയറി വന്നിട്ട് ഫക്രുദ്ദീനല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ, ഞങ്ങൾ സ്റ്റേഷനിൽ നിന്നാണ്, പോലീസാണ്, ID കാർഡ് കാണിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു സാർ ഒരു മിനിറ്റ് നിൽക്ക്, ഞാൻ ഈ മുണ്ടൊന്ന് മാറ്റട്ടെ, ഞാൻ റെഡിയാണെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര ഒരു അത്ഭുതം, നമുക്കത്തൊരു പുഞ്ചിരി. ഇയാൾ ഇതെന്താ ഇങ്ങനെ വരാൻ കാത്തിക്കരുതോ എന്നുള്ളത്. ഞാൻ വൈഫ് പുറത്ത് കുട്ടീനെ കുളിപ്പിക്കുകയാണ്. വൈഫിനെ ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു, വൈഫ് പറഞ്ഞു എപ്പോൾ വരാമെന്ന് പറഞ്ഞു. അല്ലല്ല വേഗം വായോ എന്ന് പറഞ്ഞ് വൈഫിനോട് ഞാൻ പറഞ്ഞ് ബേജാറാവൊന്നും വേണ്ട, പോലീസ് വന്നിട്ടുണ്ട്, ഞാൻ അവരുടെ കൂടെ പോവുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ മുണ്ടൊന്ന് മാറ്റിയിട്ട് ഞാൻ പാൻറ്റ് എടുക്കട്ടെ എന്ന് പറഞ്ഞു. ആ ടീഷർട്ട് ഇട്ടുകൊണ്ടാണ് ഞാൻ ഇറങ്ങി. ആ സമയത്ത് എൻ്റെ മകളുടെയും ഭാര്യയുടെയും ഒക്കെ മുഖം, അപ്പോൾ എൻ്റെ കുട്ടി പറഞ്ഞൊരു വാക്കുണ്ട്, കുട്ടി കുളിച്ച് റെഡിയായിട്ട് അങ്കണവാടി പോകാൻ വേണ്ടി വരുന്ന സമയത്താണ്. അപ്പോൾ ഓനെ സംബന്ധിച്ചിടത്തോളം ഓനോട് ഞാൻ പറഞ്ഞു അപ്പം വരാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത്. അതാണ് എൻ്റെ മനസ്സിൽ പിന്നീട് എനിക്ക് വലിയ ഒരു സങ്കടമായിട്ട് തോന്നി. അങ്ങനെ ഞാൻ നടന്ന് ബസ്സിലാണ് ഞങ്ങൾ പോകുന്നത്. ഇവർ ബസ്സിലാണ് വന്നത്. ബസ്സിൽ പോകുമ്പോൾ ആ പോലീസുകാരൻ എന്നോട് വളരെയധികം സൗഹാർദ്ദപരമായിട്ട്, വളരെ റെസ്പെക്റ്റോട് കൂടിയിട്ടാണ് എന്നോട് പെരുമാറിയത്. അപ്പോൾ അവർ നേരത്തെ എൻ്റെ വീട് 2024 എൻ്റെ വീട്ടിൽ വന്ന് ഈ കേസ് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് വന്ന ആളുകളാണ്. അന്ന് ഞാൻ വീട്ടിലുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്നവർ ആദ്യമായിട്ട് കാണുകയാണ്. അപ്പോൾ ഈ ചാനലും എൻ്റെ ഇൻസ്റ്റാ പേജൊക്കെ കൃത്യമായിട്ട് അവർ ഫോളോ ചെയ്യുകയും അതിൻ്റെ വിശദാംശങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ ഞങ്ങളങ്ങനെ ബസ്സിലാണ് ഞങ്ങൾ എറണാകുളത്ത് പോയി. അപ്പോൾ അതിൻ്റെ ലൈഫിൽ എനിക്ക് ആ ഒരു യാത്ര, ഞാൻ 1, 2, 3 പേരാണ്, 3 പേരെയാണ് ഞാൻ അപ്പോൾ ആ സമയത്ത് ഞാൻ ഫോൺ ചെയ്തിട്ട് ഞാൻ അറസ്റ്റിലാണെന്ന് അറിയിച്ചത്. നമ്മുടെ വീഡിയോ കാണുന്ന ചാനലുകാരിൽ തിരുവള്ളൂരിലുള്ള ഒരു ഉമ്മയോട് മാത്രമാണ് ഇങ്ങനെ ഒരു കേസുണ്ട്, അവരോട് മാത്രമാണ് എൻ്റെ ഈ സുഹൃത്ത് സർക്കിളിൽ നിന്ന് മാറിയിട്ടൊരു 3-4 ആളുകളല്ലാത്ത ഒരാളോട് ഞാൻ ഈ വിഷയം പറയുന്നത്. ആ ഒരു നിമിഷത്തിൻ്റെ യാത്ര ഞാൻ ഒരിക്കലും മറക്കില്ല. കാരണം ഈ ഭൂമിയിൽ ഞാൻ സഞ്ചരിക്കുന്ന ബസ്സിൽ ഞാൻ മാത്രമേ ഉള്ളൂ എന്നൊരു തോന്നൽ, ആരും എൻ്റെ കൂടെ ഇല്ല. എന്നാലും നമ്മുടെ ഉള്ളിലൊരു ഭയങ്കര ധൈര്യം. നമ്മൾ അങ്ങനെയൊക്കെ ധൈര്യം പറയുമ്പോഴും ഞാനൊരു സാധാരണ മനുഷ്യനാണ്. ഈ ബസ് ഞങ്ങൾ തൃശ്ശൂർ ചെന്നപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊന്ന് വാഷ്റൂമിൽ പോകണം. അങ്ങനെ പോലീസ് അവിടെ നിന്നു. ഞാൻ വാഷ്റൂമിൽ പോയി. ഞങ്ങൾ വീണ്ടും, അപ്പോൾ ഉച്ചയുടെ സമയമാണ്, ഞാൻ ഒരു 11 മണിയൊക്കെ സമയത്താണ് വീട്ടിൽ നിന്ന് പോകുന്നത്. അങ്ങനെ ഞാൻ തൃശ്ശൂരിൽ നിന്ന് നേരെ എറണാകുളത്ത് കളമശ്ശേരിയിലാണ് ഞങ്ങൾ ബസ് ഇറങ്ങിയപ്പോൾ അവിടെ ഇവർ പറഞ്ഞനുസരിച്ച് ഒരു പോലീസ് വണ്ടി വന്നു. എന്നെ ആ പോലീസ് വണ്ടിയിൽ കൊണ്ടുപോവാണ്. അപ്പോൾ ഈ എന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്ന പോലീസുകാർ മഫ്തിയിലാണ്. അവർ ഒരു ബൈക്കിൽ, അവരുടെ ബൈക്ക് അവിടെ വെച്ചിട്ടാണ് അവർ ബസ് കയറി വന്നിട്ടുള്ളത്. അവർ ആ ബൈക്കിൽ തിരിച്ചു പോയി. അപ്പോൾ അപ്പോഴാണ് ഞാനൊരു പോലീസ് വണ്ടിയിൽ ഞാൻ കയറുന്നത് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട്. അവരാണ് എന്നെ ACPയുടെ ഓഫീസിൽ കൊണ്ടുപോകുന്നത്. അവിടെ ഇരുത്തിയിട്ട് ഞാനൊരു ഭാഗത്ത് അവിടെ ഇരുന്നു. അപ്പോൾ ഈ നേരത്തെ എൻ്റെ വീട്ടിൽ വന്ന പോലീസുകാർ വീട്ടിൽ വന്നു, ഈ ഒരു ACP ഓഫീസിൽ വന്നു. അങ്ങനെ മുകളിലെ അവരുടെ ഓഫീസിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോയി. അപ്പോഴും ഫോണും കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിലാണ്. അത് എന്നോട് ഇങ്ങനെ വളരെ സൗഹാർദ്ദമായിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചാറുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ ഉച്ചക്ക് ഭക്ഷണം കഴിച്ചിട്ടില്ല, ഈ പോലീസുകാരും കഴിച്ചിട്ടില്ല, എൻ്റെ കൂടെ യാത്ര ചെയ്യുമ്പോൾ ഓരും കഴിച്ചിട്ടില്ല. അവർ ഭക്ഷണം കൊടുന്നു, എനിക്ക് മസാല ദോശയാണ് കൊടുക്കുന്നത്. സത്യം പറഞ്ഞാൽ എനിക്കത് ഇറങ്ങണില്ല. മസാല ദോശ ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. പക്ഷേ എൻ്റെ കണ്ണിൽ മസാലയും ദോശയൊന്നും കാണുന്നില്ല, ആകെ ഒരു ഇരുട്ട് നിറഞ്ഞതുപോലെയായിരുന്നു. അപ്പോൾ എൻ്റെ വക്കീൽ അവിടെ വന്നു, മുഹമ്മദ് ഇബ്രാഹിം എന്ന് പേരുള്ള വക്കീൽ അവിടെ എത്തി. അപ്പോൾ അതുകൊണ്ടൊന്നും എനിക്കൊരു ബേജാറില്ല. വക്കീലിൻ്റെ പ്രസൻറ്റിലാണ് ഈ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്. അങ്ങനെ ഒരു വൈകുന്നേരം ഒരു
5:45 ആയ സമയത്ത് എന്നോട് പറഞ്ഞു, പേടിക്കൊന്നും വേണ്ട, ഇത് അറസ്റ്റ് ആയിട്ടുണ്ട്, ഇനി നിന്നെ മെഡിക്കലിന് കൊണ്ടുപോകണം, തൽക്കാലം ഇവിടെ നിൽക്കാൻ പറ്റില്ല, ഇവിടെ പെയിൻ്റ് അടിയും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ എന്നെ മറ്റൊരു സ്റ്റേഷനിലേക്ക് എന്നെ കൊണ്ടുപോയി. അപ്പോൾ ഒരു സെൻട്രലൈസ് ആയ നല്ലൊരു സ്റ്റേഷനാണ്. അതെൻ്റെ ലൈഫിൽ മറ്റൊരു അനുഭവമാണ്. കാരണം ഓരോ പോലീസുകാരും വന്നിട്ട് എൻ്റെ കേസിൻ്റെ കാര്യങ്ങൾ ചോദിക്കും. ഞാൻ അവരോട് ഡീറ്റെയിൽ പറയുമ്പോൾ നമ്മളോടൊക്കെ ഒരു അധ്യാപകൻ എന്ന നിലക്ക്, ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലക്ക് ആ പോലീസുകാരിൽ നിന്നൊക്കെ വളരെ നല്ല ഒരു അനുഭവം. അന്ന് ഞാൻ ആ പോലീസ് സെല്ലിൽ ഞാൻ കഴിഞ്ഞു. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് എന്നവിടെ കാണാൻ വന്നു. എൻ്റെ കാക്കനാടുള്ള കളമശ്ശേരിയിലുള്ളൊരു സുഹൃത്ത് എന്നെ കാണാൻ വന്നു. അവനെ ഞാൻ കണ്ടിട്ടൊന്നും അവനോട് പറയാനില്ല. കാരണം ഞാൻ അവിടെ കിടക്കാനുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ എൻ്റെ സുഹൃത്തിൽ നിന്ന് അറിഞ്ഞിട്ടാണ് ആ സുഹൃത്ത് അവിടെ വരുന്നത്. അവൻ ആ നാട്ടുകാരനാണ്, നമ്മുടെ പരിചയമുള്ള ഒരാളാണ്. അങ്ങനെ ഞാൻ അവനോട് ചോദിച്ചു, എന്താ എനിക്ക് സുഖമില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അവനെ കണ്ണ് നിറയണത് ഞാൻ കണ്ടു. കാരണം ഒരു സ്റ്റേഷനിൽ നിന്ന് ഒരാളെ അറസ്റ്റ് ചെയ്തിട്ട് എന്നെ കാണാൻ വന്ന ഒരാളോട് ഞാൻ സുഖമില്ലേ എന്ന് പറഞ്ഞ റദീഫിനോട് പറയുമ്പോൾ ഓൻ്റെ കണ്ണും നിറയുന്നുണ്ട്, എൻ്റെ കണ്ണും നിറയുന്നുണ്ട്. അങ്ങനെ സ്റ്റേഷനിൽ ഇരിക്കുമ്പോൾ എനിക്ക് ഭക്ഷണം കൊണ്ടുവന്നു തന്നു. അവിടെയും ദോശയാണ് കൊണ്ടുവന്നു തന്നത്. എനിക്കത് കഴിച്ചിട്ട് ഇറങ്ങുന്നില്ല എന്ന് പറഞ്ഞാൽ അന്നൊരു ദിവസം ഞാൻ സത്യത്തിൽ ഉച്ചക്കുള്ള മസാല ദോശ ഞാൻ കഴിച്ചില്ല, ഈ വൈകിട്ട് കൊടുക്കുന്ന ദോശ ഞാൻ കഴിച്ചില്ല. രാവിലെ ഞാൻ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ച ആ ഒരു ഭക്ഷണം മാത്രമാണ് എൻ്റെ വയറ്റിലുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ അന്ന് ആ സെല്ലിൽ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 7 മണി 7:30 ആകുമ്പോഴേക്ക് എനിക്ക് നല്ല വിശക്കണുണ്ട്. അപ്പോൾ നല്ല ചൂടുള്ള പൊറാട്ടയും കടലക്കറിയൊക്കെ പോലീസുകാർ കൊണ്ടുവന്നു. ഞാനത് സത്യം പറഞ്ഞാൽ ഞാൻ ഒരു പൊറാട്ട കഴിക്കലുള്ളൂ പൊതുവെ. കുറച്ചായിട്ട് ഇങ്ങനെ ഡയറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ പൊറാട്ട വല്ലാതെ കഴിക്കലില്ല. ഞാൻ 2 പൊറാട്ടയും വയറ് നിറച്ച് കഴിച്ച് സന്തോഷമായി. പിന്നീട് അവിടുന്ന് എന്നെ ഒന്നുകൂടെ മെഡിക്കലിന് കൊണ്ടുപോയി. പ്രശ്നങ്ങളൊന്നുമില്ല, നമ്മൾ ഫുൾ ആരോഗ്യവാനാണ്. ഞാൻ സത്യം പറഞ്ഞാൽ 75 കിലോ ഉണ്ടായിരുന്നു എന്നെ അറസ്റ്റ് ചെയ്യുമ്പോൾ 75 കിലോനാണ്. ഞാൻ ഇറങ്ങി വരുമ്പോൾ 68 കിലോനെ ഉണ്ടായിരുന്നുള്ളൂ, 68 കിലോ. അപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം നന്നായി ക്ഷീണിച്ചിട്ടുണ്ട്. അതിപ്പോൾ ഒരു മാസമാകുമ്പോഴേക്ക് നമുക്കിപ്പോൾ വീണ്ടും ആരോഗ്യകരമായിട്ടൊക്കെ മാറും. അതിപ്പോൾ അവിടെ തിന്നാൻ കിട്ടായിട്ടൊന്നുമല്ല കേട്ടോ. ഞാൻ വേണ്ടാന്ന് വെച്ച് 2 നേരം മാത്രമേ ഭക്ഷണം കഴിച്ചു. അതും വളരെ കുറവ് ഭക്ഷണത്തിൻ്റെ അളവ് ഞാൻ മനഃപൂർവ്വം ഞാൻ കുറച്ചു. കാരണം എനിക്ക് അവിടെ നിന്ന് ഒരുപാട് വായിക്കാനും എൻ്റെ ലൈഫ് ഒരുപാട് സത്യം പറഞ്ഞാൽ ഒരു സെക്കൻഡ് ഇന്നിങ്സാണ് അവിടുന്ന് ആരംഭിച്ചത് എന്നുള്ളതാണ്. അപ്പോൾ ആ രണ്ടാമത്തെ എൻ്റെ മെഡിക്കൽ സ്റ്റേഷനിൽ നിന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് കഴിഞ്ഞ് അവിടെ കൊണ്ടുപോകുമ്പോഴൊക്കെ പോലീസുകാർ വളരെ നല്ല സ്നേഹത്തിലാണ് നമ്മളോട് ഇടപഴകി. ഒരാളിൽ നിന്ന് മോശമായ ഒരനുഭവം അല്ലെങ്കിൽ എന്തെങ്കിലും അശ്ലീല വാക്കുകൾ പറയുകയോ അല്ലെങ്കിൽ മോശമായിട്ട് സംസാരിക്കുകയോ ചൂടാവുകയോ അങ്ങനെയുള്ളതൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ അവിടുത്തെ കുറച്ച് എഴുത്തുകുത്തുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ഇനി എന്നെ കോടതിയിലേക്ക് കൊണ്ടുപോവാണ്. അപ്പോൾ എന്നോട് പറഞ്ഞ് കോടതിക്കാണ് പോണത്, നമുക്ക് ഉച്ചക്ക് എന്തെങ്കിലും കഴിക്കണ്ടേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് ഭക്ഷണം വേണ്ട. അപ്പോൾ പോലീസുകാരൻ പറഞ്ഞു ഞാൻ പൊതുവെ കഞ്ഞിയാണ് കുടിക്കൽ, കഞ്ഞും ചമ്മന്തിയും പപ്പടവുമാണ്. അപ്പോൾ പറഞ്ഞ് എനിക്കത് ഇഷ്ടമാണ്, ഫക്രുദ്ദീൻ അത് ഇഷ്ടമാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, എനിക്കും ഇഷ്ടം തന്നെയാണ്, പക്ഷേ എനിക്കത് ഇറങ്ങണില്ല. എനിക്ക് കഞ്ഞിയാണ് ഞാൻ കഴിച്ചെങ്കിലും ഞാൻ 1 2 കയ്യിൽ മാത്രമേ കഴിച്ചുള്ളൂ. പാവം എൻ്റെ കാശ പോലീസുകാരനെ കൊടുത്തത്. അങ്ങനെ എന്നെ കോടതി കൊണ്ടുപോയിട്ട് കുറച്ച് നേരം ഒരു അരമണിക്കൂർ ഞങ്ങൾ കോടതിയിൽ പോസ്റ്റായി. അങ്ങനെ അവിടെ ഇരുന്ന നടപടിക്രമങ്ങളൊക്കെ ഞാൻ ആദ്യമായിട്ട് അത്തരം കോടതി, ഞാൻ ആകെ പൊന്നാനി കോടതിയാണ് കണ്ടിട്ടുള്ളത്. അവിടെ ഒക്കെ കഴിഞ്ഞു. എന്നെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. വീണ്ടും എന്നെ മെഡിക്കലിന് കൊണ്ടുപോയത് എറണാകുളം ജില്ലാ ഹോസ്പിറ്റലിലേക്കാണ്. അപ്പോൾ ഡോക്ടർ എന്നോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു, എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ, എന്തെങ്കിലും പറയാനുണ്ടോ. ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു പ്രശ്നവും എനിക്കില്ല, മരുന്നൊന്നും കഴിക്കുന്നില്ല. അങ്ങനെ എന്നെ ജയിലിലേക്ക് എന്നോട് പോലീസുകാരൻ പറഞ്ഞു എന്നെ കൊണ്ടുപോകുന്നത് ജില്ലാ ജയിലിലേക്കാണ്. നല്ല ഫുഡാണ്, നല്ല സൗകര്യമുള്ള ജയിലാണ്, നിങ്ങൾക്ക് അവിടെ ഒരുപാട് വായിക്കാം എന്നൊക്കെ പറഞ്ഞ് പോലീസുകാർ നമ്മളങ്ങനെ മെൻ്റലി നമ്മളങ്ങനെ സന്തോഷവാനാക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ ആ പോണ വണ്ടിയിലുള്ള സൈഡിലുള്ള കാഴ്ചകളൊന്നും ഇതെങ്ങനെയായിരിക്കും ജയിൽ, അതിൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ള ഒരു ക്യൂരിയോസിറ്റിയിലാണ് സത്യം പറഞ്ഞാൽ പോണത്. ആ വണ്ടി ജയിലിൻ്റെ വലിയ ഇരുമ്പ് ഗേറ്റിൻ്റെ വലിയ എന്താ പറയുക ഒരുപാട് പൊക്കമുള്ള മതിലിൻ്റെ അപ്പുറത്തുള്ള ഗേറ്റിൻ്റെ മുന്നിൽ നിന്നപ്പോഴൊന്നും എൻ്റെ കണ്ണിൽ സത്യം പറഞ്ഞാൽ ഇരുട്ടാണ്. ഞാൻ ആരിനെയാണ് കാണുന്ന മുഖമൊന്നും എനിക്കില്ല. ആ വലിയ ഡോറിൻ്റെ ഉള്ളിലെ ചെറിയ ഡോറ് തുറന്ന് തലയും താഴ്ത്തിയിട്ട് വേണം ഉള്ളിൽ കയറണമെങ്കിൽ. അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ 2 പോലീസുകാർ അവിടെ ഇരിക്കുന്നുണ്ട്, ജയിൽ ജീവനക്കാർ. അവരെ കയ്യിലോട് കൊടുക്കുന്നതോടുകൂടി തന്നെ പോലീസുകാർക്ക് അവിടെ റോഡില്ല, അവർ തിരിച്ചു പോയി. അപ്പോൾ എനിക്ക് ഉറപ്പായി പടച്ച റബ്ബേ എത്ര ദിവസത്തേക്കാണ് ഞാൻ അതിനുള്ളിൽ കയറുന്നത്, എന്നാണ് എനിക്കിതിൻ്റെ ഉള്ളിൽ നിന്ന് റിലീസ് ഉണ്ടാവുക. എന്തായാലും ഞാനൊരു പ്രാർത്ഥന ഞാൻ പറയും, എന്ത് സംഭവിച്ചാലും അത് അതിജീവിക്കാനുള്ള മനക്കരുത്ത് റബ്ബ് എനിക്ക് തരണേ. കാരണം എനിക്ക് റബ്ബ് എന്താണോ വിധിക്കുന്നത് അത് എൻ്റെ ഇഷ്ടമായിട്ട് മാറുന്ന ഒരു മാനസികാവസ്ഥയാണ് യഥാർത്ഥത്തിൽ നമുക്ക് വേണ്ടത് എന്ന് എൻ്റെ സൂഫി ഗുരു എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ പടച്ചോനിക്ക് അങ്ങനെ തരല്ലേ എന്നുള്ള മനസ്സിനേക്കാൾ അള്ളാഹു എനിക്ക് ഇഷ്ടപ്പെട്ട് എന്ത് തരുന്നോ അത് എൻ്റെയും ഇഷ്ടമായി മാറുന്നൊരു മാനസികാവസ്ഥ,
അതാണൊരു വിശ്വാസിക്ക് വേണ്ടത് എന്നുള്ള എൻ്റെ സൂഫി ഗുരുവിൻ്റെ ആ ഒരു അധ്യാപനം എൻ്റെ മനസ്സിൽ അപ്പോഴും ഉണ്ട്. ഞാൻ അപ്പോഴും പ്രാർത്ഥിച്ചത് എന്ത് വരുമ്പോഴും അതെൻ്റെ ഇഷ്ടമായിട്ട് മാറുന്നൊരു മാനസികാവസ്ഥ, അതിനെ ഉൾക്കൊള്ളാനും സഹിക്കാനും ഉള്ളൊരു മനക്കരുത്ത് എനിക്കുണ്ടാവണം. അപ്പോൾ എന്നോട് എൻ്റെ ടീഷർട്ടൊക്കെ അഴിപ്പിച്ചു, മറ്റേ പാൻറ്റും ഇതൊക്കെ നോക്കിയിട്ട് ഓരോ രീതികളുണ്ട്. അപ്പോൾ ഒരു തസ്ബീഹ് മാല എൻ്റെ കയ്യിൽ ആകെ ഉണ്ടായിരുന്നത്. എൻ്റെ ആധാറും കാര്യങ്ങളൊക്കെ സ്റ്റേഷനിലാണ്, കാശും അതൊക്കെ സ്റ്റേഷനിലാണ് മേടിച്ച് വെച്ചിരുന്നത്. ആകെ ഉണ്ടായിരുന്നൊരു വസ്തു തസ്ബീഹ് മാലയാണ്. അപ്പോൾ അത് അവർ പിടിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ അതെനിക്ക് ഒഴിവാക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. അപ്പോൾ പറഞ്ഞു, സോറി, ഇത് ഒക്കെ എന്തെങ്കിലും ചെല്ലാണ്ടെങ്കിൽ കയ്യിൻ്റെ വിരലുണ്ടല്ലോ, നാവുണ്ടല്ലോ, പിന്നെ ഹൃദയം ഉണ്ടല്ലോ, അതുപോലെ ഇത് നിങ്ങൾക്ക് അനുവദിക്കാത്തത് കൊണ്ടാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ മുഖം എനിക്ക് ഓർമ്മയില്ല. ആ ബോക്സിൽ ഞാനത് ഇട്ടിട്ട് എന്നെ വാറൻ റൂമിലേക്ക് ഞാൻ കൊണ്ടുപോയി. ഇത് എവിടേക്കാണ് ചെയ്യേണ്ടത് ഒന്നും എൻ്റെ മൈൻഡിൽ അവിടെയുള്ള ആളുകളുടെ മുഖമൊന്നും വരുന്നില്ല. ആകെ ഒരു ബ്ലാങ്ക് അടിച്ചിട്ടിങ്ങനെ അവിടെ അങ്ങനെ ഓരോ ബ്ലോക്ക് ഉണ്ട്, എ ബ്ലോക്ക്, സി ബ്ലോക്ക്, ബി ബ്ലോക്ക്. പിന്നീട് പറഞ്ഞു, നീ എ ബ്ലോക്കിലേക്കാണ് പോകേണ്ടത് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ എ ബ്ലോക്കിലേക്ക് നടക്കുമ്പോൾ അവിടെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് തടവുകാരായ ആളുകൾ തന്നെയാണ്. ഞാൻ അവിടെ അങ്ങനെ പോയി. എന്നോട് പോലീസുകാർ കാര്യങ്ങൾ ചോദിച്ചു, എൻ്റെ അഡ്രസ്സ് എഴുതി സൈൻ ചെയ്തു. ഇനി എനിക്ക് ഒരു ചൗക്കാടാന്ന് പറയാം, ഒരു പുതപ്പ് തന്നു, 2 പ്ലേറ്റ് തന്നു, ഒരു ഗ്ലാസ് തന്നിട്ട് പറഞ്ഞു അപ്പോൾ ഞാൻ അങ്ങനെ കാണാണ് എ ബ്ലോക്കിൽ 9 സെല്ലുണ്ട്. ആ 9 സെല്ലിൽ മനുഷ്യരിങ്ങനെ മൃഗങ്ങളെ കൂട്ടിയിട്ടതുപോലെ മനുഷ്യരെ ആ സെല്ലിലിട്ട് പൂട്ടിക്കാണ്. അതിലിങ്ങനെ നമ്മൾ പറയില്ലേ, അന്ന് ഞാൻ ജയിലിൻ്റെ അഴി എണ്ണിക്കുന്നു പറഞ്ഞാൽ അഴികളാകുന്ന ഒരു ഇരുമ്പിൻ്റെ വാതിലാണ്. ഞാൻ ആലോചിച്ചു, പടച്ച റബ്ബേ, ഇതെൻ്റെ വിധിയല്ലേ, ഞാനിവിടെ കിടക്കാൻ ഇത് അള്ളാഹു എനിക്ക് തീരുമാനിച്ചത് ഇങ്ങനെയായിരിക്കും. മാഷാ അല്ലാഹ്. അപ്പോൾ നമ്മളൊരു മനുഷ്യനെ നിലക്ക് നമുക്ക് സങ്കടവും എന്താ പറയുക നിരാശയും എന്നാലിത് സഹിക്കാനുള്ള തോന്നലൊക്കെ നിമിഷ നേരങ്ങൾ കൊണ്ട് ഇതൊക്കെ മാറി മറിയാണ്. അപ്പോൾ ആ തുറന്നിട്ട അഴികൾക്കുള്ളിൽ കയറാതെ ഞാൻ അങ്ങനെ ചെരുപ്പൂട്ടിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ എന്നോട് ആ തടവുകാരൻ, എന്നെ ഇതിക്ക് കൊണ്ടുപോകുന്ന ഒരു തടവുകാരനാണ്, വേറൊരു സീനിയർ തടവുകാരൻ, എന്താണ് ഇതിനോട് കയറുന്നില്ലേന്ന് വെച്ച് ഞാൻ തലയാട്ടി. അങ്ങനെ ചെരുപ്പ് അവിടെ അഴിച്ചു വെച്ച് ഞാനേക്ക് കയറുമ്പോൾ അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ആളുകളൊരു 8-9 ആളുകളുണ്ട്. ഓരോരുത്തരും ഇങ്ങനെ ആദ്യം കാണുന്നവർ ചങ്ങായി ഒരു ബൈബിൾ എടുത്തിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതാണ്. ചെന്ന സമയം ഞാൻ കണ്ടൊരു മനുഷ്യൻ, ഒരു നല്ലൊരാളെ ഞാൻ അവിടെ കണ്ടു. എനിക്ക് തോന്നി പടച്ചോൻ എനിക്കെന്തോ എന്നോടെന്തോ പറയാൻ വേണ്ടി റബ്ബ് ആക്കിയതുപോലെയൊക്കെ തോന്നിയത്. കാരണം അദ്ദേഹം വടകര ആ ഭാഗത്തുള്ള ഒരാളാണ്. അപ്പോൾ എന്തോ ചില കേസിൽ അവിടെ വന്ന്, അപ്പോൾ ആ ഒരു മനുഷ്യനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ആശ്വാസമായി. ഇൻഷാ അല്ലാഹ് ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ ഞാനവിടെ വന്ന് കയറി നിമിഷം എനിക്കൊരു നിമിഷം പോലും എനിക്കൊരു സങ്കടം ഉണ്ടാവാത്തൊരവസ്ഥയിൽ എന്നെ എത്തിച്ച് ആ മനുഷ്യൻ ഈ വീഡിയോ കാണുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം അദ്ദേഹം നേരത്തെ ജാമ്യം കിട്ടി പോയ ഒരാളാണ്. അദ്ദേഹത്തിന് അള്ളാഹു എന്താ പറയുക ഹൈറും ബർക്കത്തും പ്രദാനം ചെയ്തിട്ട് ഒരുപാട് പേരുടെ പ്രാർത്ഥന ഉണ്ടായിട്ടുണ്ട്. എനിക്ക് പടച്ചോൻ കൊണ്ടുവന്നൊരു സമ്മാനമായിരിക്കും ഒരു മനുഷ്യനെ. ആ മനുഷ്യനെ കുറിച്ച് പറയാതെ എൻ്റെ അനുഭവങ്ങൾ പൂർണ്ണമാവില്ല. ഇൻഷാ അല്ലാഹ് അത് പറയാനുണ്ട്. ഞാൻ അടുത്തൊരു വീഡിയോയിൽ പറയാം. ഇത്രയും സമയം നിങ്ങളുടെ സമയം ഞാൻ ബുദ്ധിമുട്ടിക്കേണ്ട, അല്ലെങ്കിൽ ആൾക്കാർക്ക് പരാതിയാണ്, വലിച്ചു നീട്ടലാണ്. ഇതൊരു വലിച്ചു നീട്ടലല്ല, ഞാനൊരു ബുക്ക് എഴുതണം എന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. എന്തായാലും അവിടെ നിന്ന് കണ്ടൊരു കാഴ്ചകൾ, എനിക്ക് റബ്ബ് തന്നൊരു സമ്മാനം, അങ്ങനെ ഒരു മനുഷ്യൻ ഇൻഷാ അല്ലാഹ് പറയാനുണ്ട്. കൂട്ടത്തിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒരുപാട് പേരുണ്ട്. നമ്മുടെ ഈ വിഷയം വീഡിയോയിലൊക്കെ പറഞ്ഞ സത്യാവസ്ഥ പറഞ്ഞ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് അബ്ദുൾ റസാഖ്, അതോടൊപ്പം ഞാൻ മൂപ്പരുടെ പേര് പറയാൻ ഞാൻ കാരണം എനിക്ക് വേണ്ടി എപ്പോഴും വരുന്ന, ജയിലിനെ കാണാൻ വരുന്ന, എൻ്റെ കൂടെ നടക്കുന്ന എൻ്റെ സുഹൃത്താണ്. അതോടൊപ്പം ഒരുപാട് യൂട്യൂബേഴ്സ് ഈ വിഷയങ്ങൾ പറഞ്ഞ് വീഡിയോ ചെയ്തിരുന്നു. അതുകൊണ്ടൊക്കെ ആരുടെയെങ്കിലും ഒരാളുടെ പ്രാർത്ഥന എനിക്ക് കിട്ടിയിട്ടുണ്ടാവും. ഞാൻ എല്ലാ മനുഷ്യരോടും ഞാൻ നന്ദി പറയുകയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ, വളരെ ഗൗരവപ്പെട്ട ചില കാര്യങ്ങൾ പറയാനുണ്ട്. എന്തായാലും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉണ്ടാവണം. ഇനിയിപ്പോൾ ഈ തടിയൊക്കെ ഒന്ന് ശരിയാക്കാനുണ്ട്. ഇൻഷാ അല്ലാഹ് അതൊക്കെ ഒരാഴ്ചക്കിഴക്ക് ശബ്ദം കുറച്ച് കുറഞ്ഞ പോലെ ഉണ്ട് എൻ്റെ, അതിനെക്കുറിച്ചൊക്കെ പറയാനുണ്ട്. ഇൻഷാ അല്ലാഹ് 2 ദിവസം കഴിയുമ്പോഴേക്കും അതൊക്കെ റാഹത്താവും, പഴയതുപോലെയാവും. എപ്പോഴും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉണ്ടാവും. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചവർക്ക്, എനിക്ക് വേണ്ടിയിട്ട് ശബ്ദിച്ചവർക്ക്, എനിക്ക് വേണ്ടി സഹായിച്ച എല്ലാവർക്കും ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കലുണ്ട്. ഇൻഷാ അല്ലാഹ് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.